ദാമോദരൻ നമസ്കാരം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിന്നീട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മകൻ്റെ ഇല്ലത്തെ അടുത്ത് തന്നെയാണുള്ള താമസം. അപ്പോൾ നമുക്ക് ഇനിയും ധാരാളമായിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കൂൾ ജീവിതം അവസാനിച്ച് 1971 അതിന് ശേഷമുള്ള ദാമോദരൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ ഒന്ന് വിവരിച്ചാൽ തിരക്കില്ല. ഓക്കെ, നമസ്കാരം. എന്തായാലും നമ്മുടെ CNN സ്കൂളിൽ നമ്മൾ 1971 ബാച്ച് ആളുകളെല്ലാവരും കൂടി കൂടുകയുണ്ടാകുകയും അതിന് അവസരമൊതുക്കുകയും അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത വിഷ്ണുവിന് ആദ്യമായിട്ട് നന്ദി. കാരണം ഇത് വളരെ 50 വർഷം 60 വർഷം മുമ്പിലത്തെ ചരിത്രങ്ങളാണതുകൊണ്ട് തന്നെ പലതും നമുക്ക് ഓർമ്മിക്കാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചോളം 71 സ്കൂൾ വിട്ടതിന് ശേഷം 3 വർഷം ക്രൈസ്റ്റ് കോളേജിൽ 5 വർഷം ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചു. BSc ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തു. BSc കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും നമുക്ക് ജോലി ഇല്ലാതെ കണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഇവിടുന്ന് നാട് വിടാനുണ്ടായത്. ചേട്ടൻ്റെ അടുത്ത് ബാംഗ്ലൂർ പോയി കുറച്ച് ദിവസം താമസിച്ചു. ദിവസം 3 രൂപ കൂലി എന്ന രീതിയിലായിരുന്നു അന്നത്തെ ജോലി. ഒരു 6 മാസം, അതായത് മാസം 90 രൂപ ശമ്പളം കിട്ടുമായിരുന്നു. ഞങ്ങൾ സൈക്കിളിൽ പോവും. അതിനുശേഷം അവിടെ വെൽഡിങ്ങിൻ്റെ പണിയായിരുന്നു. BSc പഠിച്ചതൊക്കെ എന്തിനാണോ എന്നൊക്കെ അന്ന് തോന്നിയിരുന്നു. അതിനുശേഷം അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവിടുന്ന് ഒരു വണ്ടി കയറി ഡൽഹിക്ക് പോകാനുണ്ടായിരുന്നു. ഡൽഹിയിലൊരു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി പോയതാണ്. അത് കിട്ടിയില്ല. അത് കിട്ടാതിരുന്നപ്പോൾ പിന്നെ ജീവിക്കാൻ വലിയ പ്രയാസമായതുകൊണ്ട് ഒരു ഹിന്ദിക്കാർ സർദാർജിയെ കണ്ട് സർദാർജിയുടെ ആവശ്യപ്രകാരം ബീഹാറിൽ, അന്ന് ബീഹാറായിരുന്നു, ഇപ്പോൾ അത് ജാർഖണ്ഡാണ്, ഹസാരിബാഗിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു 6 മാസം ജോലി ചെയ്തു. ഭാഷ അറിയില്ല, സംസാരിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടി. ഭക്ഷണം തീരെ പറ്റുന്നില്ല. എങ്കിലും 6 മാസം പിടിച്ചു നിന്നു. പിന്നീട് തിരിച്ച് വീണ്ടും ഡൽഹിയിൽ വരികയും ഡൽഹിയിൽ അന്ന് ഈ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചില സുഹൃത്തുക്കളൊക്കെ വഴി ചെറിയ ജോലിയായി അങ്ങനെ അവിടുന്ന് പച്ച പിടിച്ച് പതുക്കെ ജീവിതം ഉണ്ടാക്കി. ഇതാണ് പൊതുവെയുള്ള ഒരു ജീവിതത്തിൻ്റെ തുടക്കം. അതിനുശേഷം പിന്നെ എന്തായി എന്നുള്ളതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതം എങ്ങനെയാണ്, എവിടെയാണ് അവസരങ്ങൾ കിട്ടിയതെല്ലാം എന്നുള്ളത് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവസാനം ഡൽഹിയിൽ നിന്ന് റിട്ടയറായ സമയങ്ങളിൽ എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് ഒരു കമ്പനിയിൽ ഡയറക്ടറൊക്കെ ആയിട്ടായിരുന്നു. അതിനുശേഷം അത് വേണ്ടെന്ന് വെച്ചു, ആ കമ്പനി പൂട്ടുകയും ചെയ്തു. ഭാര്യ ഡൽഹിയിൽ 1985 ഞങ്ങളെ വിവാഹം നടന്നത്. ഭാര്യ ഒരു പബ്ലിക് അണ്ടർടേക്കിങ്ങിൽ ജോലിയായിരുന്നു. കോട്ട രാജസ്ഥാനിലായിരുന്നു. 3 വർഷം അവിടെ ആയിരുന്നു ഞങ്ങൾ, ഒരാൾ ഡൽഹിയിലും ഭാര്യ കോട്ടയിലും ആയിട്ട്. അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളൊക്കെ ആയിട്ട് ശേഷം 1988 ശേഷം ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ വന്നു. അതിനുശേഷം 2 മക്കളായി. മൂത്ത മകൻ ഇപ്പോൾ മകനാണ് മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്. ഭാര്യ അവിടെ തന്നെ വേറെ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്. മകള് അവരും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ തന്നെയാണ്, മെൽബണിൽ തന്നെയാണ്. ഒരു ഡിസൈനിൽ ടെക് എടുത്തതിന് ശേഷം അവിടെ ജോലിക്ക് ശരിയായി. അവിടെ നിന്ന് തന്നെയുള്ള ആളെ കല്യാണം കഴിച്ചു. 2 പേരുടെയും മാരേജുകൾ അവരിഷ്ടപ്പെട്ട ആളുകളാണ്. 2 പേരും നമ്മുടെ ജാതിയോ മതക്കാരോ അല്ല. ഒന്ന് ഹിന്ദിക്കാരാണ്, വൈഫിൻ്റെ ഭാര്യ ബീഹാരിയാണ്, മകളുടെ ഭർത്താവ് തമിഴനാണ്. അങ്ങനെ അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കുന്നു. ഇപ്പോൾ കുറച്ചു കാലത്തിന് ശേഷം വൈഫും കൂടി റിട്ടയറായി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് തിരിച്ച് നാട്ടിൽ വന്നുകൂടാ എന്നൊരു തോന്നൽ വന്നു. കാരണം ഡൽഹിയെ സംബന്ധിച്ചോളം 48 വർഷത്തെ ഡൽഹി ജീവിതം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അവിടുത്തെ ഞാൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്നു കുറേ കാലങ്ങളായിട്ട്. അതുകൊണ്ട് ഡൽഹി വിടാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഡൽഹിയിലെ കാലാവസ്ഥയും ഡൽഹിയിലെ കൂടുതൽ പ്രായമായപ്പോൾ നമുക്ക് ശാരീരികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയപ്പോൾ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരണം എന്നൊരു തോന്നൽ ഉണ്ടായി. പ്രത്യേകിച്ച് കോവിഡ് കാലങ്ങളിൽ ഡൽഹിയെ പോലുള്ള സ്ഥലത്ത് ജീവിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് തോന്നിയിരുന്നു. അങ്ങനെയാണ് നാട്ടിലൊരു വീട് വയ്ക്കുകയും 2022 വീട് വയ്ക്കുകയും അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ട് ഏകദേശം നാട്ടിലേക്ക് പകുത്തൊക്കെ സെറ്റിൽ ചെയ്യുകയാണ്. ചെറുശ്ശേരി ആണ് എൻ്റെ സ്ഥലം. ഏതായാലും ഈ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ആളുകളെ പലരെയും കാണാനുള്ള ഒരു അവസരം എന്നുള്ളതിലേക്ക് തന്നെ ഇത്തരത്തിലുള്ളൊരു ഗെറ്റ് ടുഗതറോടുകൂടി നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. കൂടുതൽ നമ്മൾ പരസ്പരം നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായത്തിനും അങ്ങോട്ടും ഇതിനും ഇന്നത്തെ കാലത്ത് നമുക്ക് സഹായം നമ്മൾ തന്നെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാം. ആ പ്രതീക്ഷയിൽ ഈ 17-ാം തീയതി നമ്മൾ കുറേയും കൂടി ആളുകളെ കാണും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ ആശംസകളും.
ഓക്കെ, ഈ അവസരത്തിൽ ദാമോദരനോട് ഒരു കാര്യം പറയാനുള്ളത് രസകരമായിട്ടുള്ള ആ സംഭവമാണ്. നമ്മുടെ സംസ്കൃതം പണ്ഡിറ്റ് ദാമോദരൻ എന്നാ എന്താ അറിയാമെന്ന് ചോദിച്ചു. എന്താ കാരണം വെച്ചാൽ തലേ ദിവസം മാഷ് നമ്മളോട് കുറേ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. എഴുതി കൊണ്ടുവന്ന മാത്രം പോരാ, അത് നല്ലവണ്ണം പഠിക്കുകയും വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ദാമോദരനോ വേറെ കുറച്ച് ആൾക്കാരോ ഒന്നും എഴുതാതെയും വന്നു. അപ്പം മാഷ് സംശയം ചോദിച്ചപ്പോൾ പറയാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല, കുറേ കഴിഞ്ഞപ്പോൾ മാഷ് ചോക്ക് എടുത്തിട്ട് ദാമോദരൻ്റെ വലത് കയ്യിൽ പിച്ചാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് അങ്ങനെയാണ്. അങ്ങനെ പിച്ച് കുറേ കഴിഞ്ഞിട്ടും എന്താടോ പറയാത്ത അങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ എന്താടോ ദാമോദര എന്താണ് സംസ്കൃതം വിഗ്രഹിച്ച് പറയാ പറഞ്ഞു. അപ്പോൾ അതും ഒരു പിടുത്തല്ല. അതിൻ്റെ അവസാനം ബാക്കിൽ നിന്ന് ഞാനാണോ എന്നറിയില്ല, അതിന് KP രാജനാണോ അറിയില്ല, ദാമം ഉദരേ യസ്യ സഹ, മനസ്സിലായോ? അതെനിക്ക് എന്താ അതിൻ്റെ അർത്ഥം അറിയോ? അപ്പം അതും ദാമോദരന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു കൊരങ്ങൻ. കൊരങ്ങനോ അതെന്താ? അതോ ഇനി മാഷാണോ അത് പറഞ്ഞതെന്ന് അറിയില്ല. ദാമം ഉദരേ യസ്യ സഹ, ദാമം എന്നാൽ കയറ്, ഉദരേ വയറ്റിൽ, യസ്യ സഹ ആരുടെയാണോ. അപ്പോൾ അത് കുരങ്ങൻ്റെ അല്ലേ? സാധാരണ റോഡിലൂടെയൊക്കെ കുരങ്ങനെ കൊണ്ട് പോകണ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ ആൾക്കാരും ചിരിച്ചു. അങ്ങനെ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. ഇനി താൻ ഇളിക്കൊന്നും വേണ്ട, എൻ്റെ നേരെ നോക്കിയിട്ട് താനും കുരങ്ങ, വിഷ്ണു ചാലും കുരങ്ങൻ തന്നെ കേട്ടോ. ആ ഒരു സംഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല, നമ്മുടെ പ്രജ്ഞ വിടുന്നത് വരെ. എന്തായാലും ദാമോദരനെ ഇങ്ങനൊരു ഇൻ്റർവ്യൂവിൽ വീണ്ടും കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കണം. നമ്മൾ വളരെ അകന്ന ബന്ധുക്കളാണ്. പ്രത്യേകിച്ചും നാരായണ ആലക്കാട്ടൂരിനെ എനിക്ക് മറക്കാൻ പറ്റില്ല, രവി ആലക്കാട്ടൂർ. പിന്നെ അങ്ങയുടെ ദാമോദരൻ്റെ അച്ഛനെ മാത്രം എനിക്ക് പരിചയമില്ല, കാരണം അവർ ഇവിടെ അല്ലാന്ന് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സും ഒറീസയിലോ മറ്റോ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും കാണാൻ പറ്റിയില്ല. ഈ രവി ആലക്കാട്ടൂർ പ്രത്യേകം ബന്ധത്തിന് പരിചയപ്പെടുന്ന കാരണം നെടിയപ്പറമ്പായിട്ടുള്ള ബന്ധമാണ്, എൻ്റെ അമ്മായിയുടെ അമ്മാത്തായതുകൊണ്ടാണ്. നമ്മൾ അതൊന്നും കൂടുതൽ പറയണ്ട. എന്തായാലും വളരെ സന്തോഷം. ഓക്കെ.